ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവല്ലോ. ഇത് ഒറ്റ പരീക്ഷയാണ്, LDCയുടെ അതേ സിലബസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കവർ ചെയ്യേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോർഷൻസ് ഒക്കെ അതിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ളത് കറണ്ട് അഫയേഴ്സിനാണ്. 20 മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റഡി പ്ലാൻ വീക്ക് 1ന്റെയും വീക്ക് 2ന്റെയും കണ്ടിട്ടുണ്ടായിരുന്നു. വീക്ക് 3യുടെ മൺഡേ ടു വെനസ്ഡേ വരെയുള്ളതാണ് ഞാൻ ഈ കഴിഞ്ഞ സൺഡേ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ നമ്മൾ വീക്ക് 2ലെ കറണ്ട് അഫയേഴ്സും അതിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നലെ ഇടാൻ ഉദ്ദേശിച്ചിരുന്നതാണ് സ്റ്റഡി പ്ലാനിന്റെ ഒപ്പം ഡേ 18 to 21 പറയുന്നതിന്റെ കൂടെ, പക്ഷെ ഇടാൻ സാധിച്ചില്ല. അത് ഞാൻ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഡേ 18 to 21, അതായത് തേഴ്സ്ഡേ തൊട്ട് സൺഡേ വരെ നോക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് വീക്ക് 3 അതായത് മൺഡേ ട്യൂസ്ഡേയിൽ പറഞ്ഞ ജാനുവരി 2025 കറണ്ട് അഫയേഴ്സ് ആണ്. അതിന്റെ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫാക്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ഈ കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൽ ചോദിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ജനുവരിയിൽ നിന്നുള്ള കുറച്ച് ഫാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതും നോക്കുന്നതായിരിക്കും. അതിൽ ആ ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ട് നമ്മൾ ഇന്ന് നോക്കുന്നതായിരിക്കും. ആരും വിചാരിക്കാത്തതാണ് അതിൽ അവർ കറണ്ട് അഫെയർ ആയിട്ട് ചോദിച്ചത് കേട്ടോ. നമ്മൾ സ്വതേ പഠിച്ചു പോയ കറണ്ട് അഫെയർ എന്നുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവർ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് അതും നോക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നോക്കുന്ന അതിൽ പലതും നമ്മളുടെ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനും ഇനി വരാൻ പോകുന്ന എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം 2025 ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വെച്ച് കുറേയധികം ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഓരോ മാസത്തെയും കാര്യങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മനസ്സിലാക്കി പഠിക്കാനും സാധിക്കും. ഇതാണ് നമുക്ക് റാങ്ക് മേക്കിംഗ് ആകാൻ ചാൻസ് ഉള്ള ഫാക്ട്സുകൾ. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ഫാക്ട്സിലോട്ട് കിടക്കാം. ആദ്യത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് കന്യാകുമാരിയാണ്. വിവേകാനന്ദ പാറയും അതുപോലെ തന്നെ തിരുവള്ളുവർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലാസ് പാലം. ഓക്കെ, ദെൻ 78ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? പശ്ചിമ ബംഗാൾ. ആരെയാണ് തോൽപ്പിച്ചത്? കേരളത്തിനെയാണ് തോൽപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇവര് ഈ പറയുന്ന പശ്ചിമ ബംഗാളിന്റെ എത്രാമത്തെ കിരീടമാണ്? 33rd, അതായത് 33ാമത്തെ കിരീടമാണ് അവരുടേത്. കേരളത്തിന് 7 തവണയാണ് ഈ പറയുന്ന സന്തോഷ് ട്രോഫി ലഭിച്ചിട്ടുള്ളത്. സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് നടന്നത് ഹൈദരാബാദിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, 2025 വനിതാ കബഡി ലോകകപ്പിന്റെ വേദി ബീഹാറാണ്. ഓക്കെ, ദെൻ ഇന്ത്യയിലെ ആദ്യ HMPV വൈറസ് റിപ്പോർട്ട് ചെയ്തത്, ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് റിപ്പോർട്ട് ചെയ്തത് ബംഗളൂരുവിലാണ്. ഓക്കെ, അപ്പോൾ 2001 ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണിത്. ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ, പനി, മൂക്കടപ്പ്, ശ്വാസതടസ്സമൊക്കെയാണ്. വായുവിലൂടെ പകരുന്നതാണത്. വാക്സിൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് പുതുതായിട്ട് കാണപ്പെടുന്ന രീതിയിലുള്ള രോഗങ്ങളുടെയൊക്കെ ചോദിക്കുന്നുണ്ട്. എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് ആദ്യമായിട്ട്, ഏത് രാജ്യം, ഏത്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനം, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഉള്ളിലെ ഏത് സ്ഥലം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതൊന്ന് ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. ഓക്കെ, ദെൻ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് ബഹദൂർ സിംഗ് സാഗു. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരു 9 അംഗ കമ്മീഷനാണ്. കമ്മീഷന്റെ അധ്യക്ഷൻ അഞ്ജു ബോബി ജോർജ് ആണ്. ഓക്കെ, അഞ്ജു ബോബി ജോർജ് ആണ് അധ്യക്ഷൻ. പ്രസിഡന്റ് നമ്മളിപ്പോ കണ്ടു, ബഹദൂർ സിംഗ് സാഗു. ഓക്കെ, നെക്സ്റ്റ്, പുതിയതായി രൂപവൽക്കരിക്കുന്ന തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ ബി അശോകാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം, മെട്രോ നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്. ഓക്കെ, ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്. സെക്കൻഡ് USA ആണ്. തേർഡ് നമ്മൾ കണ്ടു ഇന്ത്യയാണ്. ഫോർത്ത് ജപ്പാനാണ്. ഓക്കെ, അപ്പോൾ ജപ്പാനെ മറികടന്നാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ ആ ഒരു 3ാം സ്ഥാനം കൈയടക്കിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എന്നാണ്? 1984 ഒക്ടോബർ 24 എവിടെയാണെന്നറിയോ? കൊൽക്കത്തയിലാണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ എവിടെയാണ് വന്നത്? അത് ബംഗളൂരുവിലാണ് വന്നത്. എന്നാണെന്നറിയോ? 2011 ഒക്ടോബർ 20. ഓക്കെ,
അപ്പോൾ ഇതിന്റെ വർഷം കൃത്യമായിട്ട് ഓർത്തില്ലെങ്കിലും ആദ്യം എവിടെ വന്നു, ദക്ഷിണേന്ത്യയിൽ ആദ്യം എവിടെ വന്നു എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കും. നെക്സ്റ്റ്, പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ റെയിൽ. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ റെയിൽ മോവിയ. ഓക്കെ. ദെൻ 2025 സൂപ്പർ സൺ എന്ന പ്രതിഭാസം ദൃശ്യമായത്. 2025 സൂപ്പർ സൺ എന്ന പ്രതിഭാസം ദൃശ്യമായത് എന്നാണ്? 2025 ജനുവരി 4-നാണ് അല്ലെ? 2025 ജനുവരി 4-നാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടായത്. അപ്പൊ ഈ വർഷത്തെ ഏറ്റവും വലുപ്പം കൂടിയ സൂര്യനാണ് ഈ ഒരു സമയത്ത് ദൃശ്യമായത്. ജനുവരി 3 അല്ലെങ്കിൽ 4 എന്ന് പറയുന്നത് എന്ത് ഡേ ആണ്? അത് ആക്ച്വലി പെരിഹീലിയൻ ഡേ ആണ് അല്ലെ? അതായത് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തായി കാണപ്പെടുന്ന ദിവസം. ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്നതിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ചു പഠിച്ചിരിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ പെരിഹീലിയൻ ഡേ, അബ്ഹീലിയൻ ഡേ എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പെരിഹീലിയൻ ഡേ ഞാൻ പറഞ്ഞു ജനുവരി 4 അല്ലെങ്കിൽ 3 എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ദെൻ അബ്ഹീലിയൻ ഡേ എന്ന് പറയുന്നത് ജൂലൈ 4 ആണ്. ഓക്കെ. അബ്ഹീലിയൻ ഡേ അതായത് ഏറ്റവും അകലെയായിട്ട്, സൂര്യൻ ഭൂമിയിൽ നിന്ന് അകലെയായിട്ട് കാണപ്പെടുന്ന ദിനം. അതുപോലെ തന്നെ ഒരു പ്രതിഭാസം കൂടിയുണ്ട്, സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ. സൂപ്പർ മൂൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ വർഷം തന്നെ പലതവണ ഉണ്ടാകാം. പക്ഷേ സൂപ്പർ സൺ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അതാണ് കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിച്ച് നോക്കേണ്ടത്. നെക്സ്റ്റ്, ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ആന്ധ്രയാണ്. ഓക്കെ. ജനുവരി 18 മുതൽ 20 വരെയാണ് ആഘോഷിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ്, 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയായത്. 2025 പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന് വേദിയായത് ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്തായിരുന്നു ഈ ഒരു ഖോഖോ ലോകകപ്പിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേജസ്സും താരയുമായിരുന്നു. ഓക്കെ. തേജസ്സും താരയും. ഇത് ആക്ച്വലി ഗസലി എന്ന് പറയുന്ന ഒരിനം ചെറുമാനാണ് കേട്ടോ ഈ തേജസ്സും താരയും. ഇതിൽ 2 ട്രോഫികളാണ് മെയിൻലി കൊടുക്കുക. അതിൽ നീല എന്ന് പറയുന്നത് ഫോർ മെൻ, അപ്പൊ അത് ബോയ്സ് എന്ന് ഓർക്കാൻ എളുപ്പത്തിന് ബോയ്സ് എന്ന് ഓർത്താൽ മതി, ബി. ഓക്കെ. ദെൻ ഗ്രീൻ ഫോർ വിമൻ, അപ്പൊ അത് ഗേൾസ് എന്ന് ഓർത്താൽ മതി. ഓക്കെ. അപ്പൊ മാറിപ്പോവില്ല ട്രോഫികൾ കൊടുക്കുന്നത്. ഓക്കെ. ദെൻ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് സൽമാൻ ഖാനും ടൈഗർ ഷ്രോഫും. ഓക്കെ. നെക്സ്റ്റ്, സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രക്ഷിതാക്കളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പ്. സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രക്ഷിതാക്കളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് സമ്പൂർണ്ണ പ്ലസ് ആണ്. നെക്സ്റ്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നാസ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ചൊവ്വയുടെ വിപുലമായ പര്യവേക്ഷണത്തിന് വേണ്ടി ഇൻജെനുവിറ്റി ഹെലികോപ്റ്ററിന്റെ പിൻഗാമിയായി നാസ അവതരിപ്പിച്ച വാഹനം. ചൊവ്വയുടെ വിപുലമായ പര്യവേക്ഷണത്തിന് വേണ്ടി ഇൻജെനുവിറ്റി ഹെലികോപ്റ്ററിന്റെ പിൻഗാമിയായി നാസ അവതരിപ്പിച്ച വാഹനം മാസ് ചോപ്പർ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ മാസ് 2020 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് 2021 മുതൽ 24 വരെ ചൊവ്വയിൽ പ്രവർത്തിച്ചിരുന്ന നാസ ഹെലികോപ്റ്ററാണ് ഇൻജെനുവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ നിലവിലെ അധ്യക്ഷൻ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJയുടെ നിലവിലെ അധ്യക്ഷൻ നവാഫ് സലാം. ഹേഗാണ് ആസ്ഥാനം. ഓക്കെ. ഹേഗാണ് ആസ്ഥാനം എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹേഗ് എന്ന് പറയുന്നത് ഏത് രാജ്യത്താണെന്നും കൂടെ മനസ്സിലാക്കുക കേട്ടോ. നെതർലാൻഡ്സ് ആണ്. ചിലപ്പോൾ നമ്മളോട് അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിലോ. ഓക്കെ. നെക്സ്റ്റ്, അടുത്തിടെ ആരംഭിച്ച ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം തെലങ്കാനയാണ്. ഓക്കെ. അപ്പോൾ ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? പല്ലേ ഗംഗാ റെഡ്ഡിയാണ് ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആദ്യ ചെയർപേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞൾ ഉൽപാദകനും ഉപഭോക്താവും കയറ്റുമതിക്കാരനും ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഓക്കെ. അപ്പൊ അത് അടുത്തിടെ നടന്നതായതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ്, 4 മുതൽ 7 കിലോമീറ്റർ വരെ ദൂരെയുള്ള യുദ്ധ ടാങ്കുകളെ തകർക്കാൻ ശേഷിയുള്ള DRDO വികസിപ്പിച്ച് പരീക്ഷണം വിജയിച്ച മിസൈൽ. 4 മുതൽ 7 കിലോമീറ്റർ വരെ ദൂരെയുള്ള യുദ്ധ ടാങ്കുകളെ തകർക്കാൻ ശേഷിയുള്ള DRDO വികസിപ്പിച്ച് പരീക്ഷണം വിജയിച്ച മിസൈൽ നാഗ് MK2. നെക്സ്റ്റ്, ലോക സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16 ഓക്കെ. അപ്പോൾ ഈ ലോക സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16 പറഞ്ഞല്ലോ. ഈ ജനുവരി 16 പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനുവരി 16 അത് 2016 സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യ തുടങ്ങുന്നത്, ഒരു പദ്ധതി. ഓക്കെ. അപ്പോൾ ഇതെന്താ ചെയ്തത്? അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ നയിക്കാനും അതുപോലെ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന രാജ്യത്ത് ഇന്നൊവേഷനും സ്റ്റാർട്ടപ്പുകളും ഒക്കെ പരിപോഷിപ്പിക്കുന്നതിന് ശക്തമായ ഒരു എക്കോസിസ്റ്റം വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചതാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ 2014 സെപ്റ്റംബറിലാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി വരുന്നത്. മേക്ക് ഇൻ ഇന്ത്യ. ഓക്കെ. അപ്പോൾ ഈ ഒരു
പദ്ധതി ആരംഭിച്ചത് എന്തുദ്ദേശത്തോടു കൂടിയാണ്? ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുക, അതുപോലെ നിർമ്മിക്കുക, കൂട്ടിച്ചേർക്കുക, കമ്പനികൾ സൃഷ്ടിക്കുക, അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുക, അതൊക്കെ ഉൽപാദനത്തിൽ സമർപ്പിത നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്താണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പദ്ധതി വരുന്നത്. മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വരുമല്ലോ എന്തൊക്കെയോ, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിക്ഷേപങ്ങൾ, സമർപ്പിത നിക്ഷേപങ്ങളെയും എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക അല്ലെ. അങ്ങനെയാണെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ഉണ്ട് അല്ലെ. ഡിജിറ്റൽ ഇന്ത്യ 2015 ജൂലൈ 1 ഡിജിറ്റൽ ഇന്ത്യ വന്നത്. എന്താണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത്? എല്ലായിടത്തും എല്ലാവരിലേക്കും ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കുകയും അതുപോലെ ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിലുള്ള ഒരു സർക്കാർ പദ്ധതിയാണ് എന്താ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിനൊക്കെ ഈ പറയുന്ന രീതിയിൽ പദ്ധതികൾ തന്നിട്ട്, അതായത് മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ തന്നിട്ട് എന്താണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യമിട്ടത് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഫാക്ട് കണക്ട് ചെയ്ത് ഇത്രയും പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗത്തിന്റെ 180-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ കാലാവസ്ഥാ ഒളിമ്പ്യാഡിൽ ചാമ്പ്യനായ മലയാളി. ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗത്തിന്റെ 180-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ കാലാവസ്ഥാ ഒളിമ്പ്യാഡിൽ ചാമ്പ്യനായ മലയാളി ആദിത്യ സുഹാസ് നായരാണ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഇതാണ് അസിസ്റ്റന്റ് പ്രിസൈഡിംഗ് ഓഫീസറിന്റെ എക്സാമിന് ചോദിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്, ഇനിയും ചോദിക്കാം. സ്പേഡെക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ അത്, സ്പേഡെക്സുമായിട്ട്. അപ്പോൾ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന സിസ്റ്റം നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കേട്ട് കാണും. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഡെവലപ്മെന്റ്സ് നമ്മൾ പഠിക്കുന്നതാണ് ISROന്റെ സ്പേഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഈ പറയുന്ന സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന സംഭവം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. USA, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയും ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ബഹിരാകാശത്ത് ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 2 ഉപഗ്രഹങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ISRO ഈ നേട്ടം കൈവരിച്ചത്. ഓക്കെ, അപ്പോൾ ഡോക്കിങ്ങിനായിട്ട് 2 ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചത്, അതായത് ഇരട്ട ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചത് 2024 ഡിസംബർ 30-നാണ്. അപ്പോൾ ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആവുന്നതിന്റെ കാരണം സ്പേസിൽ വെച്ച് തന്നെ എന്താണ് ഈ പറയുന്ന സ്പേസ് ക്രാഫ്റ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് റീഫ്യൂവൽ ചെയ്യാനും അതിന്റെ കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനും ഒക്കെ ഇത് ആവശ്യമാണ്, സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, അങ്ങനെ ഈ ഡോക്കിംഗ് വിജയകരമായിട്ട് പൂർത്തിയാക്കിയത് 2025 ജനുവരി 16-നാണ്. നമ്മൾ കണ്ടു ജനുവരി 16-ന്റെ പ്രത്യേകത എന്താണ്. അപ്പോൾ 2025 ജനുവരി 16-ന് തന്നെയാണ് ഡോക്കിങ്ങും വിജയകരമായി പൂർത്തിയാക്കിയത്. അപ്പോൾ ഏത് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ISRO ഇത് സക്സസ്ഫുള്ളി നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SDX-01, SDX-02 എന്നുള്ളതാണ്. അപ്പോൾ ഈ SDX-01ന്റെ മറ്റൊരു പേരായിരിക്കും ചിലപ്പോൾ നമുക്ക് തരാം, അത് ചേസർ എന്നുള്ളതാണ്, ചേസർ. ആൻഡ് SDX-02ന്റെ പേര് ടാർഗറ്റ്. അപ്പോൾ ചേസർ ആൻഡ് ടാർഗറ്റ് എന്ന് പറയുന്ന 2 ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് സക്സസ്ഫുള്ളി ISRO നടത്തിയെടുത്തത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഈ പറയുന്ന ചോദ്യം ഉണ്ടായിരുന്നത്. ഏത് 2 ഉപഗ്രഹങ്ങളാണ്? അപ്പോൾ പല പല ഓപ്ഷൻസ് ആണ് തന്നത്. നമുക്ക് ഇത് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നമുക്കിത് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യും. സ്പേഡെക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം. ISROന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ്, അതുപോലെ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസും നിങ്ങളൊന്ന് എഴുതി നോക്കുക. അതിന്റെ പേപ്പർ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. എനിക്കും ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ്. വളരെയധികം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കണം. ചില കാര്യങ്ങൾ വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ഡിഗ്രി ലെവൽ പേപ്പറാണ്. നമുക്ക് അറിയാവുന്ന മാത്സ് ആണെങ്കിൽ പോലും ചെയ്യാൻ സമയം കിട്ടാത്ത രീതിയിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ മിക്കവാറും അറിയില്ല, കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. കാരണം നമുക്ക് 1.25 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിട്ട് എനിക്കത് തോന്നിയില്ല. വളരെയധികം എന്താണ് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ടെൻഷൻ അടിച്ച് നമ്മൾ ഉത്തരം തെറ്റിക്കാനും ചാൻസ് ഉണ്ട്. അറിയുന്നത് മാത്രം ചെയ്തു വെച്ച് വരാനേ സാധിക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ചോദ്യങ്ങൾ 20 ഫാക്ട്സ് നമുക്ക് ഒന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് കന്യാകുമാരിയിലാണ്. 78ാമത് സന്തോഷ് ട്രോഫി ജേതാക്കള് പശ്ചിമ ബംഗാളാണ്. 2025 വനിതാ കബഡി ലോകകപ്പിന്റെ വേദി ബീഹാറാണ്. ഇന്ത്യയിലെ ആദ്യ HMPV വൈറസ് റിപ്പോർട്ട് ചെയ്തത് ബംഗളൂരുവിലാണ്. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് ബഹദൂർ സിംഗ് സാഹുവാണ്. പുതിയതായി രൂപവൽക്കരിക്കുന്ന തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ B അശോകാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3ആണ്.
പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ റെയിൽ മോവിയ എന്നുള്ളതാണ്. 2025 സൂപ്പർ സൺ എന്ന പ്രതിഭാസം ദൃശ്യമായത് ജനുവരി 4-നാണ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ആന്ധ്രയാണ്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയായത് ന്യൂഡൽഹിയാണ്. സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രക്ഷിതാക്കളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് സമ്പൂർണ്ണ പ്ലസ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ചൊവ്വയുടെ വിപുലമായ പര്യവേക്ഷണത്തിന് വേണ്ടി ഇൻജെനുവിറ്റി ഹെലികോപ്റ്ററിന്റെ പിൻഗാമിയായി നാസ അവതരിപ്പിച്ച വാഹനം മാർസ് ചോപ്പർ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ നിലവിലെ അധ്യക്ഷൻ നവാഫ് സലാം. അടുത്തിടെ ആരംഭിച്ച ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം തെലങ്കാന. 4 മുതൽ 7 കിലോമീറ്റർ വരെ ദൂരെയുള്ള യുദ്ധ ടാങ്കുകളെ തകർക്കാൻ ശേഷിയുള്ള DRDO വികസിപ്പിച്ച് പരീക്ഷണം വിജയിച്ച മിസൈൽ നാഗ് MK2. ലോക സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16. ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ കാലാവസ്ഥാ ഒളിമ്പ്യാഡിൽ ചാമ്പ്യനായ മലയാളി ആദിത്യ സുഹാസ് നായർ. അടുത്തിടെ ISRO സ്പേസ് ഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് ഏത് പേടകങ്ങൾ കൂട്ടിയോജിപ്പിച്ചിട്ടാണ്? SDX-1 എന്ന ചേസറിനെയും SDX-02 എന്ന ടാർഗറ്റിനെയും വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ നിങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പറയാം, നിങ്ങളുടെ സജഷൻസും പറയാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.